ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഒരു മോർണിംഗ് ടു ആഫ്റ്റർനൂൺ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസത്തെ അവധിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എൻ്റെ സൗണ്ട് കുറച്ച് ഒരു ക്ലിയർ ഓറവും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാനൊരു 5 days റെസ്റ്റ് എടുത്ത ശേഷമാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വയ്യായി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യം ചെയ്യായാലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഇരട്ടി സമയം എടുക്കും ആ ഒരു അസുഖം മാറാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഡയറി ഇതേ ഒരു 5 ദിവസത്തിന് ശേഷമാണ് എടുക്കുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങളൊന്ന് ചെയ്യണമെന്ന് ജസ്റ്റ് ഇത് ഔട്ട്ലൈൻ ചെയ്ത് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ റുട്ടീൻ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം റുട്ടീനും ടിപ്സും ആയിരുന്നു. അതിന് മുമ്പത്തെ ദിവസം ഞാൻ സ്റ്റഡി ടിപ്സ് വീഡിയോ ചെയ്തിരുന്നു. കുറേ പേര് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ആ സെയിം വീഡിയോ തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ മാറിയായിരിക്കും ചെയ്യുക, അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാവും നിങ്ങൾ പിന്നെയും സെയിം ടു സെയിം വീഡിയോ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് എനിക്കറിയാം. അപ്പോൾ അത് ഞാനിതിന് ശേഷം ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമയം 6 മണിയായി. ഞാൻ എഴുന്നേറ്റത് 6 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇതേ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നൂലപ്പവും തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു കറിയുമാണ് ഉണ്ടാക്കുന്നത്, കോഴിമുട്ട തേങ്ങാപ്പാൽ ചേർത്ത കറി. അപ്പോൾ ഈ ഒരു കുഞ്ഞ് പോട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ടാണ്. അപ്പോൾ ഇത് 6 ഇഞ്ച് അളവ് വരുന്ന പോട്ടാണ്, ചെറിയ പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 1699 രൂപയാണ്, 1700 രൂപ. പക്ഷേ അതിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത്ര വിലയുണ്ടോ ഇത്ര ചെറിയ പാത്രത്തിനും തോന്നും, പക്ഷേ നല്ല ഹെവി പാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്കിത് ലൈഫ് ലോങ് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് കുക്കിംഗ് നടക്കും, കാരണം പെട്ടെന്ന് തന്നെ ചൂടാവും. വാഷ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചാൽ എത്ര നാളത്തേക്ക് വേണം ഇങ്ങനെ തന്നെ തിളക്കത്തോടു കൂടിയിരിക്കും. അതോടൊപ്പം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പോലെയല്ല, അതിൻ്റെ കോട്ടിങ് പോയി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിനില്ല. രണ്ടാമത്തെ കാര്യമുള്ളത്, നമുക്കത് ഇൻഡക്ഷൻ സ്റ്റൗമി ആയാലും ഉപയോഗിക്കാൻ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം. ഈ ഒരു ബ്രാൻഡിൻ്റെ പാത്രങ്ങളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലും പിന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ, കാസ്റ്റ് അയൺ പാത്രങ്ങൾ എല്ലാം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങളാണ് ഈ ബ്രാൻഡിലുള്ളത്. അപ്പോൾ കുറച്ച് വിലയുണ്ടെങ്കിൽ നമുക്കത് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം സൂക്ഷിച്ച്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിൽ ചൂടാവുന്ന പ്രശ്നമില്ല, കാരണം നമ്മൾ സിലിക്കോൺ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ചില സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾക്ക് അവരങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ക്ലോത്ത് പിടിച്ചിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ പിന്നെ നല്ലൊരു ലിഡും കൊടുത്തിട്ടുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിഡും കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ ഈ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്തിട്ട് സെർവ് ചെയ്യാനും നമുക്ക് പറ്റും, കാരണം അങ്ങനത്തെ കുഞ്ഞ് നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ്. ഇപ്പോൾ ഇത് 2 പേർക്ക് വീട്ടിൽ കറി വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറികളൊക്കെ വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു 5-6 വ്യക്തികളുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും റെഡിയാക്കാം. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണമെങ്കിൽ വാങ്ങാം. ഞാൻ ഡിസ്കൗണ്ട് കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോകുമ്പോൾ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. അതുപോലെ നൂലപ്പവും നമ്മൾ ഉണ്ടാക്കി. ഇനി ഞാനിവിടെ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിനും മക്കൾക്ക് ടിഫിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കോളിഫ്ലവർ വെച്ചിട്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. അലിബാബയുടെ റൈസാണ് എടുത്തിരിക്കുന്നത്, നല്ല നീളമുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വലിയൊരു ബോണി എടുത്തിട്ട് അതിൽ നന്നായിട്ട് വെള്ളം, നമ്മൾ ബിരിയാണി പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞ് വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ കൂട്ടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം വൈകുന്നേരം അരിഞ്ഞ് വെച്ചതിൻ്റെ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തിരക്കാവും, അപ്പോൾ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. ഓക്കെ, ഇനി അരി നന്നായി വേവട്ടെ. നമ്മൾ അരി വേവിച്ച് ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 70% വെന്തിട്ടുണ്ട്, അതായത് അത്ര വെന്താൽ മതി. അതിൽ കൂടുതൽ ഫുള്ളായിട്ടും വേവിക്കരുത്. ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. നല്ല നീളമുള്ള അരി എടുത്താലാണ് ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഞാൻ ആ പാത്രത്തിൽ തന്നെ വാഷ് ചെയ്തിട്ട് ഞാൻ അതിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്, അതിനൊരു സ്മെല്ല് വരും. ഇതിലേക്ക് ഞാൻ 2 സവാള ചോപ്പ് ചെയ്തത്, ഒരു 3 വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ബീൻസ് ഒരു 10-15 എണ്ണം ചോപ്പ് ചെയ്തത്, കാപ്സിക്കം ഒരു ഹാഫ് ചോപ്പ് ചെയ്തത്, സ്പ്രിംഗ് ഒണിയൻ നമ്മൾ വാങ്ങിയിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം, അതിൻ്റെ കടഭാഗം മാത്രം ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച ഭാഗം നമ്മൾ ഇപ്പോൾ എടുക്കരുത്, അത് ഗാർണിഷിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും
2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലിയുടെ സോസും കൂടി ചേർക്കുക. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വല്ലാതെ ഇത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇതുപോലെയുള്ള ചൈനീസ് ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത്. അതിലൊരു കാര്യമുള്ളത്, ഈ പച്ചക്കറികൾ കുറേ വെന്ത് കുഴഞ്ഞ് പോവരുത്. ഒരു ഏകദേശം വെന്ത് വരുമ്പോൾ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇങ്ങനെ കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു മരത്തിൻ്റെ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക ഫ്രൈഡ് റൈസിനുള്ള റൈസൊക്കെ റെഡിയാക്കുമ്പോൾ ചെയ്യണത്. വെജിറ്റബിൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് കുറച്ചീശെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചീശെ ചേർക്കുക, ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഒറ്റയടിക്ക് ഫുള്ള് ചോറ് അതിലേക്ക് ചേർക്കരുത്. അപ്പോൾ ആകെ അത് കറക്റ്റായിട്ട് മിക്സിങ് ശരിയാവില്ല. കുറച്ചീശെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ച് പതുക്കെ അരിയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ ഈസിയാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവം ഒന്നല്ല കേട്ടോ. കാരണം ചൈനീസ് വിഭവങ്ങളിൽ സോസുകളും അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് എപ്പോഴും കഴിക്കുന്നതൊന്നുമല്ല. പക്ഷെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്നതാണ്. ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷൻ അത് നമ്മൾ നന്നായി കട്ട് ചെയ്തതും കൂടി ടോപ്പിൽ ഇട്ട് ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ ഫ്രൈഡ് റൈസ് സെറ്റായിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഇത് ഞാൻ മിക്സ് ചെയ്തും കൂടി കൊടുക്കുകയാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബിരിയാണിയുടെ പോലെ ഇങ്ങനെ ദം ചെയ്യണ പോലെ അടച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആവി വെള്ളമൊക്കെ വീണിട്ട് അതിൻ്റെ ആ ഫ്ലേവറേ മാറിപ്പോവും. അപ്പോൾ മക്കൾക്ക് കൊടുത്തയക്കുമ്പോൾ ടിഫിന് കൊടുക്കുമ്പോൾ ഞാൻ അതിൽ കോഴിമുട്ട ചേർക്കാറില്ല. കാരണം ക്ലാസ്സിലെത്തുമ്പോഴേക്കും അതിനൊരു സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പക്ഷേ ഞങ്ങൾ കഴിക്കുമ്പോൾ ഒരു 2-3 കോഴിമുട്ടയും കൂടി പൊരിച്ചിട്ട് കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ അത് വെജിറ്റബിൾസ് വേവിച്ച് കഴിഞ്ഞിട്ട് കോഴിമുട്ട പൊരിച്ചതും കൂടി ചേർത്തിട്ടാണ് ശരിക്കും ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ മക്കൾക്ക് ടിഫിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് മാത്രമാണ് ഞാൻ ഈ കോഴിമുട്ട ചേർക്കുന്നത്. കോഴിമുട്ട ചേർക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത്, നമുക്ക് അത് നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് വെക്കുമ്പോഴേക്കും ഈ കോഴിമുട്ടയുടെ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് അന്ന് തന്നെ കോഴിമുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ തീർക്കണതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ എന്തായാലും അതും കൂടി ചേർത്തിട്ട് ഞങ്ങളുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള റൈസ് ഇതേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു കറികളെ ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ കറിയും അതിൻ്റെ ഒപ്പത്തിന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ആദ്യം റൈസ് കുക്ക് ചെയ്ത ശേഷമാണ് കറിയുടെ കാര്യങ്ങൾ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കോളിഫ്ലവർ 1 കിലോ കോളിഫ്ലവർ ഉണ്ട്. അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളവും ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക. ഒരു അരമണിക്കൂർ വെക്കുക. കാരണം കോളിഫ്ലവറിൽ പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. വേറൊരു പാത്രത്തിൽ നമ്മൾ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ടുള്ളതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ അരമണിക്കൂർ വെച്ച ശേഷം അത് കഴുകി വൃത്തിയാക്കി ആ നനവോട് കൂടി തന്നെ ഈ ഒരു പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം പോരായ തോന്നാണ്, ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേ വെള്ളം ചേർത്ത് ഇതാക്കരുത്. കാരണം ആ കോട്ടിങ് കോളിഫ്ലവറിലേക്ക് ശരിക്കും പിടിക്കില്ല. അപ്പോൾ അതൊരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി കറി റെഡിയാക്കണം, നമുക്ക് അതിൻ്റെ ഒരു സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ സോയ സോസ് 1 ടീസ്പൂണും ഗ്രീൻ ചില്ലി സോസ് 2 ടീസ്പൂണുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സംഭവം റെഡിയാവുന്ന നേരം കൊണ്ടാണ് ഞാൻ ഈ സോസ് റെഡിയാക്കി വയ്ക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം അവിടെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഫാസ്റ്റായിട്ട് ചെയ്യുകയും വേണം. 2 ടീസ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കലക്കി അവിടെ വെക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കറിക്ക് വേണ്ടിയുള്ള ഗ്രേവി റെഡിയാക്കും. ഗ്രേവി റെഡിയാക്കി വെച്ചിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് അതിലേക്ക് ചേർക്കുള്ളൂ. കാരണം ആദ്യം തന്നെ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പി പോയി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനും കൂടി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് അധികം നമ്മൾ ചേർക്കണം. സവാള 1 ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തത് ഇതുപോലെ, അതായത് ഒരു സ്ക്വയർ പീസ് പോലെയാണ് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ, നമ്മൾ മഞ്ചൂരിയനിലും ചില്ലി ചിക്കനിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ട്
അതും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്നും കുറേ വെന്ത് ഭയങ്കര ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അങ്ങനെ ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം കുറേ വെന്ത് കുഴയരുത്, അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ ഇത് ഏതാണ്ട് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ആ പച്ച കളർ വല്ലാതെ മാറിയിട്ടൊന്നുമില്ല, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് സോസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ടൊമാറ്റോ സോസും സോയാ സോസും ഗ്രീൻ ചില്ലി സോസിൻ്റെ ഒക്കെ ഒരു മിക്സിങ്, ആ ഒരു ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ടുള്ള അത് ചേർത്ത് കൊടുക്കുക. വെള്ളം പോരായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. ഗ്രേവി കുറേ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അപ്പോൾ ആ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ കോളിഫ്ലവർ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത്ര ഓയിൽ മതിയാവും. ഇതിൽ ഈ കുഞ്ഞു പീസസ് ആയിട്ടാണ് ഞാൻ കോളിഫ്ലവർ കട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടിങ് ചെയ്തിട്ടുള്ള ഈ ഒരു കോളിഫ്ലവറിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, വല്ലാതെ തീ കുറച്ച് വെക്കരുത്, അപ്പോൾ എണ്ണ കുടിച്ച പോലെ വരും. എണ്ണ നന്നായി ചൂടായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി എല്ലാം തന്നെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വേവിച്ചെടുക്കുക. വേവും വേണം, എന്നാൽ അത്യാവശ്യം ക്രിസ്പി ആയിരിക്കണം. എല്ലാം ഫ്രൈ ചെയ്ത് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തയ്യാറാക്കിയിരിക്കുന്ന സോസിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് മാത്രം നമ്മളിത് ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ടാൽ മതി. അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ സോസ് ഏകദേശം ഒന്ന് തിളച്ച് ഈ രീതിയിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇത് തിക്നെസ് വരാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സിങ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് കറിക്ക് കട്ടി വരും. ഇതേപോലെ കറി ഏകദേശം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച ഭാഗം നമ്മൾ ഗാർണിഷിനും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇതോടുകൂടി നമ്മുടെ കറി സെർവ് ചെയ്യണം. അല്ലെങ്കിൽ ആ കോളിഫ്ലവർ അതിലിങ്ങനെ കിടന്ന് ഒരു തണുത്ത് ടേസ്റ്റ് കുറയും. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ സെർവ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ മക്കൾക്ക് കൊടുക്കുമ്പോൾ സാധാരണ ഈ ഗ്രേവി വേറെയും വെക്കും, കോളിഫ്ലവർ വേറെയാണ് വെക്കാറ്. കാരണം അവർക്ക് അത് ഇങ്ങനെ സ്കൂളിലെത്തുമ്പോഴേക്കും അല്ലെങ്കിൽ അത് അവർക്ക് വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റിൽ എരിവിനും കൂടി ഒന്നും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. കാരണം അത്രയധികം എരിവില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരു ബ്രൗണിഷ് കളറായിരിക്കും. നമ്മൾ ചില്ലി ചിക്കൻ പോലെ ആണെങ്കിലാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തിട്ട് ഇത്തിരി കൂടി റെഡിഷ് കളറിലേക്ക് ആക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും കോളിഫ്ലവറുള്ള കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ്. നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ചൈനീസ് കറികൾ പെട്ടെന്ന് പണി കഴിയും. പക്ഷെ എല്ലാം അരിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ തലേദിവസം നമ്മളെല്ലാം അരിഞ്ഞ് ബോക്സിലാക്കി വെച്ചതുകൊണ്ടാണ് രാവിലെ ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അവർ രണ്ടുപേരും ടിഫിനിൽ ഞാൻ റൈസ് വെക്കുകയാണ്. പിന്നെ ആ ഒരു ട്രേയിൽ ഞാൻ കോളിഫ്ലവർ വേറെ വെക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രേവി ഞാൻ വേറെ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പാക്ക് ചെയ്ത് കൊടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ ഒരു ദിവസം അവർ സ്കൂളിലേക്ക് അത് കൊണ്ടുപോകും. അല്ലാത്ത ദിവസം അവർ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ അവർ കുളിച്ച് ഫ്രഷായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഫുള്ളി ബിസി ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ എഴുന്നേക്കാനായിട്ട് ഓൾറെഡി 5:30 എഴുന്നേക്കണേ 6 മണിക്ക് എഴുന്നേറ്റുള്ളൂ. പിന്നെ ലഞ്ചിനാണെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ പരിപാടികളായതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഞാൻ ആയുള്ളൂ കേട്ടോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ അവർ ക്ലാസ്സിൻ്റെ ടൈമായപ്പോൾ അവർ രണ്ടുപേരും പോയി. കുറച്ച് നേരം ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. ഞാനൊരു 3/4 മണിക്കൂർ. കാരണം ഇത്രയും നേരം രാവിലത്തെ ആകെ തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് റെഡിയൊക്കെ ആയി എൻ്റെ റൂം ഒന്ന് ഞാൻ ഒതുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി എൻ്റെ റൂം ഞാൻ ഒതുക്കിയിട്ട് എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഞാൻ പിന്നെ റൂം ഒതുക്കലൊക്കെ നിർത്തി. കാരണം ഈ പറഞ്ഞ പോലെ അതിനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു എനർജി ഉണ്ടാവണം. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും നമുക്ക് ഉണ്ടാവില്ല, ഒരു മോട്ടിവേഷനും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സൗണ്ടൊക്കെ പ്രശ്നമായപ്പോൾ ഞാൻ ആവി പിടിക്കാനുള്ള മെഷീനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എടുത്ത ഐറ്റംസ് ഒന്നും റൂമിലത്തെ തിരിച്ച് വെക്കാതെ ആ കാലം കോലമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്ന് ഞാൻ ചെയ്യുന്നത് റൂം ഒന്ന് ജസ്റ്റ് അവിടെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ എടുത്തൊന്ന് ഓർഗനൈസ് ചെയ്ത്, ബെഡ്ഷീറ്റ് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ മാറ്റാറുണ്ട്. അപ്പോൾ അത് പതിവ് പോലെ തന്നെ മാറ്റുന്നു. പിന്നെ അടിച്ച് വാരിയിടാണ്. വേറെ ഡീപ്പ് ക്ലീനിങ് നമ്മൾ ഡസ്റ്റിങ്ങോ പൊടി തട്ടലോ അങ്ങനത്തെ ഒന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഈ പറഞ്ഞ പോലെ നിരുവീഴ്ചയും ഈ സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് പൊടി ഇപ്പോൾ ഈ പഠിക്കേണ്ട വെച്ചിട്ട് ഞാൻ വരട്ടേന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൂമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ വയ്യായ മാറിക്കഴിഞ്ഞാൽ ചെയ്യുക എൻ്റെ റൂം ഒതുക്കുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ തന്നെ എനിക്കൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നും എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ഞാൻ ആദ്യം ചെയ്യുക എൻ്റെ റൂം ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂം ഫുള്ളായിട്ടും അടിച്ച് വാരി ഇടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ മഴയുടെ ശബ്ദം നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പോൾ മഴയും ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ചിലവർക്ക് അങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് വന്ന എനിക്ക് പ്രത്യേകിച്ചും അത് പണ്ട് മുതൽക്കേ അതെ പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അപ്പിക്കും ചിലപ്പോൾ ഒരു നീരുവീഴ്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ.
അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ബെഡ്ഷീറ്റും കൂടി ചേഞ്ച് ചെയ്ത് നമ്മുടെ റൂം ക്ലീനിങ് പരിപാടി അവസാനിക്കും. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ കുറേ മാറി മാറി യൂസ് ചെയ്യണോണ്ട് ഇതൊക്കെ എവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഈ ബെഡിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു അലമാര കാണാം. അവിടെയാണ് ഞാൻ ബെഡ്ഷീറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം അതിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടവൽസ്, ബെഡ്ഷീറ്റ്സ്, പിന്നെന്താണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ. ഇനി ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. അതുപോലെ തന്നെ പില്ലോ കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂം, എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റുമ്പോൾ പ്രിൻ്റുള്ള ബെഡ്ഷീറ്റാണ്. പ്രത്യേകിച്ച് പൂക്കളുടെ പടമുള്ള ബെഡ്ഷീറ്റുകൾ, ഫ്ലോറൽ ഡിസൈൻസ് ഒരു പ്രത്യേക ഭംഗിയാണ് റൂമിന് കൊടുക്കണേ. എനിക്ക് കുറേ ഇങ്ങനെ ഡിസൈനും അങ്ങനത്തെ ഒന്നും അത്ര ഇഷ്ടമില്ല. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളതും ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ റൂം നല്ല സെറ്റായി. ആ ചെയറിന് മാച്ചായിട്ടോ ഇന്നത്തെ ബെഡ്ഷീറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ആ പഴയൊരു എനർജി അങ്ങോട്ട് വന്നിട്ടില്ല വീഡിയോസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോസ് നമ്മൾ ചെയ്യും ഈ ഒരു വീക്ക് തൊട്ട്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. എക്സാമൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.